കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ നീതി നിഷേധിക്കുന്നുവെന്ന പരാതിയുമായി വീണ്ടും അതിജീവിത. പ്രതി ആശുപത്രിയിൽ സന്ദർശനം നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നൽകുന്നില്ലെന്ന് അതിജീവിത പറഞ്ഞു. അന്നേ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്നാണ് ലഭിച്ച മറുപടി. പീഡനക്കേസ് പ്രതി MM ശശീന്ദ്രൻ ഇടയ്ക്കിടെ ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അധികൃതർ നൽകാതിരിക്കുന്നത്. ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഡിസംബർ 6-ന് ശശീന്ദ്രൻ വന്നതിന്റെ കാരണവും ദൃശ്യങ്ങളുടെ പകർപ്പും നൽകണമെന്നാവശ്യപ്പെട്ട് അതിജീവിത സൂപ്രണ്ടിന് നൽകിയ വിവരാവകാശത്തിനാണ് ഇത്തരത്തിൽ മറുപടി ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാലും അത് കൃത്യമായി എങ്ങനെ മറുപടി നൽകാതിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗവേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് CCTV ദൃശ്യങ്ങൾ, ഓഫീസിലെ ദൃശ്യങ്ങൾ, പ്രതി വരുന്നതായിട്ട് അറിവിന്റെ പേരിൽ അതിജീവിത കൊടുത്ത CCTV ദൃശ്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അതിനൊന്നും കൃത്യമായിട്ട് മറുപടി തരുന്നില്ല. ആവശ്യപ്പെട്ട CCTV റെക്കോർഡ് ലഭ്യമല്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. കൂടാതെ പ്രതിക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയ ഡോക്ടർ പ്രീതിക്ക് അതിജീവിതയെ പരിശോധിക്കാൻ അധികാരമുണ്ടോ എന്ന ചോദ്യത്തിനും ബന്ധപ്പെട്ടവർ മറുപടി നൽകിയിട്ടില്ലെന്നും വിമർശനമുണ്ട്. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ നൽകിയ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നേരത്തെ വിവാദമായിരുന്നു. നീതി നിഷേധിക്കുന്നതായും റിപ്പോർട്ടിന്റെ പകർപ്പടക്കം കൈമാറുന്നില്ലെന്നും അതിജീവിത നേരത്തെ പരാതി നൽകിയിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനടക്കം വിഷയത്തിൽ ഇടപെട്ടിരുന്നു. നീതി ഉറപ്പാക്കാൻ സമരപരിപാടി തുടങ്ങാൻ തന്നെയാണ് അതിജീവിതയുടെയും സമരസമിതിയുടെയും തീരുമാനം. ജനം, കോഴിക്കോട്.